അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുണ്ടോ പയ്യാണ്. ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചാനലിൽ കൂടെയൊക്കെ നമ്മളെ വീഡിയോസുകൾ കണ്ടു. പക്ഷെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതിനെ ചുറ്റിപ്പറ്റിയിട്ട് യാതൊരു കേസോ ഉണ്ടാവേണ്ടി ഒന്നുമില്ല. ഇതോടുകൂടി ഇന്നലത്തോടു കൂടി തന്നെ അത് അവസാനിച്ചു പോകും. എനിക്ക് നല്ലോണം ബോധ്യമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരു പാർട്ടിയോ ഒരു മതമോ അല്ലെങ്കിൽ ഒരു സമുദായം നോക്കിയിട്ടല്ല. അതുമാതിരി തന്നെ ഞങ്ങൾക്ക് നിങ്ങളോടും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സൽമാനായിട്ടും ഇന്ത്യയായിട്ടുമൊക്കെ ഭയങ്കര ഉണ്ടപ്പായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോണ്ടാക്റ്റും ഭയങ്കര ഞങ്ങൾ വീഡിയോസ് കാണുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരേ മാതിരിയാണ്. ഇന്ന ആളെന്നൊന്നുമില്ല. ഒരുപാട് ആളുകൾ വിളിച്ച് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റയിൽ കൂടി ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ചാറ്റ് ചെയ്ത് എന്തുകൊണ്ടപ്പോൾ സംഭവിച്ചു, എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മളവിടെ ചെന്നതിന് ഒരു ചെറിയൊരു അപാധ തെറ്റി നമ്മൾ സംഭവിച്ചു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ ഒരു ആളായിട്ടൊന്നുമല്ല അവിടെ ചെന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ടപ്പായി എന്തിനാണ് ഇന്നലെ സ്കൂളിൽ പോയി എന്നുള്ളത്. അതിന് നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ട 90% ആളുകൾക്കും അറിയില്ല അത് ഉണ്ടപ്പായുടെ മാനേജ്മെൻറ്റിൽപ്പെട്ട സ്കൂളാണ്. ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ വെല്ലിപ്പേറ്റ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പ മൂത്താപ്പ എളാപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇന്നലെ ഞാൻ അവിടെ എൻ്റെ അനിയനെ കൊണ്ടുവിടാൻ പോയതാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഭയങ്കര സൗണ്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറി ചെന്നതാണ്. അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇതിനു വേണ്ടി പോയതല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ളൊരു ഇതുകൊണ്ട് ആ ഒരു വൈകാരികത കൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ട് പോയതാണ്. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിനും കേസുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെന്നപ്പോൾ പോലീസുകാരും കണ്ടാർന്നത്തിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ സാർമാർ ഇടപെടാതിരിക്കില്ലല്ലോ. അപ്പോൾ സാർമാർ കൊണ്ട് ഇടപെട്ടപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുള്ളതാണ്. ഇത് സാരമായിട്ട് ചെറിയൊരു പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച മാതിരി വലിയ പ്രശ്നങ്ങളൊന്നും അതിലാണെന്ന് നമ്മൾ നടന്നിട്ടൊന്നുമില്ല. ഒക്കെ അവനവൻ്റെ ആൾക്കാരാണ്, പുറത്തൊന്നും അതിൽ ആരുമില്ല. അപ്പോൾ അതിൽ ഇന്നലെ വന്ന ആളുകൾ മൊത്തം നമ്മളറിയുന്ന ചെറുക്കന്മാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും കളിയായിട്ടും പഞ്ചായത്ത് മേളക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലബിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ചെറുക്കന്മാരാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളായിട്ട് ഞങ്ങൾ ഇന്നലെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ സംസാരിച്ചു. എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. ആകെ 10-15 മിനിറ്റ് ഒരു ചെറിയൊരു ധർമ്മ അല്ലെങ്കിൽ ഒരു സമരം, അത് 10-15 മിനിറ്റിൻ്റെ കേസാണ്. അത് ഒഴിവാക്കി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടോ പോയതൊന്നുമല്ല. സാഹചര്യം നമ്മളവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെ പാർട്ടിയോ മറ്റേ മതമോ മറ്റൊന്നും നോക്കിയിട്ടൊന്നുമല്ല. അതുകൊണ്ട് അതേമാതിരി ഞങ്ങൾക്ക് തിരിച്ചു നിങ്ങളോടും ഉണ്ടാവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ സ്വന്തം ഉണ്ടപ്പായി. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുണ്ടപ്പായിയാണ്. ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചാനലിൽ കൂടെയൊക്കെ നമ്മളെ വീഡിയോസുകൾ കണ്ടു. പക്ഷെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതിനെ ചുറ്റിപ്പറ്റിയിട്ട് യാതൊരു കേസോ ഉണ്ടാവേണ്ടി ഒന്നുമില്ല. ഇതോടുകൂടി ഇന്നലത്തോടു കൂടി തന്നെ അത് അവസാനിച്ചു പോകും. എനിക്ക് നല്ലോണം ബോധ്യമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരു പാർട്ടിയോ ഒരു മതമോ അല്ലെങ്കിൽ ഒരു സമുദായം നോക്കിയിട്ടല്ല. അതുമാതിരി തന്നെ ഞങ്ങൾക്ക് നിങ്ങളോടും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സൽമാനായിട്ടും ഇന്ത്യയായിട്ടുമൊക്കെ ഭയങ്കര ഉണ്ടപ്പായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോണ്ടാക്റ്റും ഭയങ്കര ഞങ്ങൾ വീഡിയോസ് കാണുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരേ മാതിരിയാണ്. ഇന്ന ആളെന്നൊന്നുമില്ല. ഒരുപാട് ആളുകൾ വിളിച്ച് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റയിൽ കൂടി ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ചാറ്റ് ചെയ്ത് എന്തുകൊണ്ടപ്പോൾ സംഭവിച്ചു, എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മളവിടെ ചെന്നതിന് ഒരു ചെറിയൊരു അപാധ തെറ്റി നമ്മൾ സംഭവിച്ചു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ ഒരു ആളായിട്ടൊന്നുമല്ല അവിടെ ചെന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ടപ്പായി എന്തിനാണ് ഇന്നലെ സ്കൂളിൽ പോയി എന്നുള്ളത്. അതിന് നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ട 90% ആളുകൾക്കും അറിയില്ല അത് ഉണ്ടപ്പായുടെ മാനേജ്മെൻറ്റിൽപ്പെട്ട സ്കൂളാണ്. ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ വെല്ലിപ്പേറ്റ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഇപ്പ മൂത്താപ്പ എളാപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇന്നലെ ഞാൻ അവിടെ എൻ്റെ അനിയനെ കൊണ്ടുവിടാൻ പോയതാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഭയങ്കര സൗണ്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറി ചെന്നതാണ്. അല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇതിനു വേണ്ടി പോയതല്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ളൊരു ഇതുകൊണ്ട് ആ ഒരു വൈകാരികത കൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ട് പോയതാണ്. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിനും കേസുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ ചെന്നപ്പോൾ പോലീസുകാരും കണ്ടാർന്നത്തിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ സാർമാർ ഇടപെടാതിരിക്കില്ലല്ലോ. അപ്പോൾ സാർമാർ കൊണ്ട് ഇടപെട്ടപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുള്ളതാണ്. ഇത് സാരമായിട്ട് ചെറിയൊരു പ്രശ്നമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച മാതിരി വലിയ പ്രശ്നങ്ങളൊന്നും അതിലാണെന്ന് നമ്മൾ നടന്നിട്ടൊന്നുമില്ല. ഒക്കെ അവനവൻ്റെ ആൾക്കാരാണ്,
പുറത്തുനിന്ന് അതിൽ ആരുമില്ല. അപ്പോൾ അതിൽ ഇന്നലെ വന്ന ആളുകൾ മൊത്തം നമ്മളറിയുന്ന ചെറുക്കന്മാരാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും കളിയായിട്ടും പഞ്ചായത്ത് മേളക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലബിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ചെറുക്കന്മാരാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളായിട്ട് ഞങ്ങൾ ഇന്നലെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ സംസാരിച്ചു. എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല, ആകെ 10-15 മിനിറ്റ് ഒരു ചെറിയൊരു ധർമ്മ അല്ലെങ്കിൽ ഒരു സമരം, അത് 10-15 മിനിറ്റിൻ്റെ കേസാണ്, അത് ഒഴിവാക്കി. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടോ പോയതൊന്നുമല്ല, സാഹചര്യം നമ്മളവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളെ പാർട്ടിയോ മറ്റേ മതമോ മറ്റൊന്നും നോക്കിയിട്ടൊന്നുമല്ല. അതുകൊണ്ട് അതേമാതിരി ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളോടും ഉണ്ടാവും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ സ്വന്തം ഉണ്ടായി. ഓക്കെ.